ഫ്രണ്ട്സ്, ഇന്ന് നാടൻ കോഴിമുട്ട കിട്ടിയിട്ടുണ്ട്. കണ്ടോ? സാധാരണ തേയിലവെള്ളത്തിലൊക്കെ മുക്കുന്ന അഞ്ചിൽ നമ്മൾ വാങ്ങിക്കാറില്ല. പക്ഷേ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിന്നൊരു ബുൾസൈ അടിച്ച് നോക്കുകയാണ്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. നല്ലതാണോ ചെക്ക് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ ഇതാ നോക്കിയോ. പിന്നെ ഇത് തവ വെച്ചു, എണ്ണ ഒഴിച്ചു, എണ്ണയെല്ലാം നല്ലതായിട്ട് തടവിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മുട്ട പൊട്ടിച്ചും ഒഴിക്കുന്ന ജോലിയോ കണ്ട. അതിനകത്തോട്ട് ചില കുരുമുളകും ഉപ്പും ഇടുന്നേ ഉള്ളൂ. ബുൾസൈക്ക് വലിയ ജോലിയൊന്നുമില്ല, പക്ഷേ നല്ല ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. അപ്പം നമുക്ക് മഞ്ഞക്കരിയൊക്കെ കണ്ടില്ലേ? അപ്പം നല്ല നാടൻ കോഴിമുട്ടയാണെന്നുള്ളത് ഉണ്ടാക്കി കഴിച്ച് നോക്കുമ്പോൾ അറിയാം. ഉപ്പ്, അടുത്തത് കുരുമുളക് അദ്ദേഹം തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ? കുരുമുളക് പൊടിച്ചതാണ്, ഇപ്പം പൊടിച്ചതാണ്. പൊടിയൊന്നും നമ്മുടെ കയ്യിലില്ല. പൊടിയൊന്നും വാങ്ങിച്ചാലും അത്ര ശരിയാവില്ല. നമ്മൾ കുരുമുളക് വാങ്ങിച്ച് നമ്മൾ തന്നെ പൊടിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു എരിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ബുൾസൈ റെഡിയായി വന്നു കഴിഞ്ഞു. ബുൾസൈ തിരിച്ചിടണ്ടല്ലോ, അപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങ് എടുക്കുകയാണ്. കണ്ടോ? ഇത് നോക്കിക്കേ. ആഹാ, ഇതൊരു സൂപ്പറായിട്ടുണ്ടല്ലേ. നല്ല മണമൊക്കെ ഉണ്ട്. നല്ല കോഴിമുട്ട തന്നെയാണ്. അടുത്ത ഒരു സെക്കൻഡ് 2 മുട്ടയാണ് പുള്ളിക്കാരൻ ചെക്ക് ചെയ്യുന്നത്. ഒരു മുട്ടയിലൊന്നും അദ്ദേഹത്തിന് സെറ്റാകത്തില്ല. അപ്പോൾ 2 മുട്ടയും കണ്ടോ? അപ്പം അതുകൂടെ ഒന്ന് കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം. എന്നിട്ടിത് ആട്ടായിട്ടാണ് കഴിക്കുന്നത്. ശകലം ചുരുട്ടി അങ്ങനെ എടുത്തങ്ങ് വയലോട്ട് വയ്ക്കും. എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. കണ്ടോ? അപ്പോൾ നമ്മുടെ ബുൾസൈ സെക്കൻഡ് റെഡി ആയിരിക്കുകയാണ്. ഇനി അതും കൂടെ എടുത്താൽ നമ്മുടെ ബുൾസൈ കഴിക്കാം. പൊടിച്ച കുരുമുളക് കുടഞ്ഞിട്ടതാണ്. എരിയൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കുന്നവരാ. അപ്പോൾ ആ ബുൾസൈയുടെ നമുക്ക് എടുക്കാം.